പുതുക്കിയ മീറ്റർ നിയമത്തിനെതിരെ വർക്കലയിൽ ഓട്ടോ ടാക്സി അസോസിയേഷന്റെ പ്രതിഷേധം ശക്തമായി. ഓട്ടോറിക്ഷ സവാരിയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ച് മാത്രമേ യാത്രാക്കൂലി മേടിക്കാവൂ എന്ന നിയമത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. നിലവിൽ തിരുവനന്തപുരം ജില്ലാ റൂറൽ പ്രദേശങ്ങളിൽ റിട്ടേൺ ചാർജ് ഉൾപ്പെടെയാണ് ഓട്ടോറിക്ഷകളിൽ യാത്രാക്കൂലിയായി ഈടാക്കുന്നത്. മീറ്റർ പ്രവർത്തിപ്പിച്ച് സവാരി നടത്തിയാൽ ഇത് സാധ്യമല്ലാതായി വരുമെന്നും യാത്രക്കാരുമായി യാത്രാ നിരക്കിൽ തർക്കമുണ്ടാകുന്നത് നിത്യസംഭവമായി മാറുമെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഡ്രൈവർമാരുടെ വയറ്റിത്തടിക്കുന്ന കഞ്ഞൂടി മുട്ടിക്കുന്ന ഒരു കരിനിയമമാണ്. കാരണം റിട്ടേൺ ഇല്ല. കിലോമീറ്റർ പ്രൈസ് 15 രൂപ വെച്ച് ഓടിയിട്ട് തിരിച്ചു വരുന്ന വാഹനത്തിന് റിട്ടേൺ ക്യാഷ് ഇല്ലാതെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് വാഹനങ്ങൾ ഓടുന്നത്? ആട്ടോറിക്ഷ ഓടിയാൽ 1 രൂപ പോലും ഡ്രൈവർമാരുടെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇതിനെതിരെ ശക്തമായ സമരമാണ് വർക്കല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓട്ടോ ഡ്രൈവർമാർ ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. മീറ്ററിന് നമ്മളുടെ ആവശ്യം മീറ്ററിന് 30 രൂപ ആക്കുക. മീറ്ററിട്ട് ഞങ്ങൾ ഓടാൻ തയ്യാറാണ്. 1 കിലോമീറ്റർ 30 രൂപ മീറ്ററിൽ സെറ്റ് ചെയ്ത് തരണം. അത് തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റർ ഇട്ട് ഓടാൻ തയ്യാറാണ്. വർഷാവർഷം CF നടത്തണം, ടെസ്റ്റ് നടത്തണം. ഇതിൽ ഒരുപാട് പേര് രോഗികളുണ്ട്, കൂലിക്കോടിക്കുന്നവരുണ്ട്. ഇതൊന്നും ഈ രീതിയിലാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിഷേധം ഇത് സർക്കാർ ഈ നിയമം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒന്നടങ്കം സമരം പ്രഖ്യാപിച്ച് ഓട്ടോറിക്ഷകൾ മൊത്തം ഞങ്ങൾ ഈ RTO ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന ഈ കരി നിയമം പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്നതാണ്. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബങ്ങളെ ദുരിതത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഈ തീരുമാനം ഒരിക്കലും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ഓട്ടോക്കാരുടെ മുകളിലാണ് ഈ നിയമമെങ്കിൽ നാളെ അത് ടാക്സിക്കാരുടെ മേളിലും വരും. അതുപോലെ തന്നെ വർക്കല പ്രദേശങ്ങളിൽ ഏകദേശം 1000-ഓളം ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ ഓട്ടിച്ച് ഉപജീവന മാർഗം നടത്തുന്നുണ്ട്. അതിനെതിരെ ഇവിടെ ഇത്രയും സമര പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ജീവിക്കുവാനും അവരുടെ സമാധാനപരമായ ജീവിതം മുന്നോട്ട് പോകാനും വേണ്ടിയാണ്. ഈ വർക്കല പ്രദേശത്ത് അനധികൃതമായി റെന്റേ ബൈക്ക് 1000-ന് മുകളിൽ റെന്റേ കാറുകൾ അനധികൃതമായിട്ടുള്ള റെന്റേ കാറുകൾ ഇവിടെ ഓടുന്നുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും അതിനെതിരെ യാതൊരുവിധ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. വർക്കല ജോയിന്റ് RTOക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും വർക്കല പ്രാന്തപ്രദേശത്തുള്ള ഗവൺമെന്റ് അധികൃതർ ഇതിനൊന്നും ഒരു നടപടിയും എടുക്കാതെ പാവപ്പെട്ട ഓട്ടോ ടാക്സി തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന ഈ മീറ്റർ കരി നിയമം പിൻവലിക്കുന്നത് വരെ നമ്മുടെ മരണം വരെയും ഈ സമരത്തിനെതിരെ ശക്തമായി പോരാടും. 1.5 കിലോമീറ്റർ വരെ 30 രൂപ നിരക്കിലും തുടർന്നുള്ള ഓരോ കിലോമീറ്റർ ദൂരം കഴിയുമ്പോഴും 15 രൂപ നിരക്കിലുമാണ് ചാർജ് കൂടുന്നത്. ഇതിൽ 1 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ 15 രൂപ മീറ്ററിൽ കൂടുന്നത് റിട്ടേൺ ചാർജായ 15 രൂപ കൂടി ചേർത്ത് 30 രൂപയാക്കി മീറ്ററിൽ സെറ്റ് ചെയ്ത് നൽകണമെന്നതാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ മീറ്റർ പ്രവർത്തിപ്പിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുവാൻ തയ്യാറാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ തുടർന്നാണ് തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയത്. നിങ്ങൾ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സവാരി തികച്ചും സൗജന്യമാണെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി പ്രദർശിപ്പിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ലീഗൽ മെട്രോളജി വകുപ്പിനും നൽകുമെന്നും ഓട്ടോ തൊഴിലാളികൾ അറിയിച്ചു. ഞങ്ങൾ ഈ ആട്ടോ ഓടിക്കേണ്ട കാര്യമുണ്ടോ? മഴയത്തും വെയിലത്തും കിടന്ന് ഞങ്ങൾ ഈ വഴിയോരങ്ങളിൽ കിടന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഞങ്ങൾ കിടക്കേണ്ട കാര്യമുണ്ടോ? മുതലാളിത്ത
ഞങ്ങളുടെ കുറ്റമാണ്. ഒരു ഓട്ടോ വിളിച്ച് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് അകത്ത് വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പടിക്ക് പുറത്ത് വെക്കാൻ പറയും. ഞങ്ങൾ എന്താണ് അയിത്തമുള്ളവരൊന്നുമല്ല, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി ഇനിയും ഇതിനപ്പുറം വേണമെങ്കിലും ഞങ്ങൾ പൊരുതാൻ തന്നെയാണ്. 90 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ളവർ ഇന്നലെ ഓട്ടോ എടുത്തപ്പോൾ തുടങ്ങിയവരുണ്ട്. 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ ഓടിച്ച് തുടങ്ങിയ പാവപ്പെട്ട നമ്മുടെ മാവന്മാരോടെ ഉണ്ട്. അവർ വീട്ടിലിരിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടാണ് അവർ ഈ ഓട്ടോയായിട്ട് വെളിയിൽ? അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഈ സർക്കാരിന്റെ ഈ നിയമങ്ങൾ പാവപ്പെട്ട ആട്ടോക്കാരുടെയും ടാക്സിക്കാരുടെയും മണ്ടയിൽ മാത്രമേ നടത്താനുള്ളൂ. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ലഹരി മാഫിയ ഓരോ ദിവസവും അനന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും പിന്താനുള്ള സർക്കാരോ നിയമങ്ങളോ ഇവിടെ ഇല്ല. വർക്കലയിൽ ഓട്ടോ ടാക്സി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് പ്രസിഡന്റ് ബാദുഷ, സെക്രട്ടറി അസീം, രക്ഷാധികാരി ബിജാസ്, സബീർ ഷാ, അബു, വൈസ് പ്രസിഡന്റ് ജയൻ, ജോയിന്റ് സെക്രട്ടറി ദിനേശ്, ഹർഷാദ്, സജീർ എന്നിവർ നേതൃത്വം നൽകി. ബീക്കൺ ന്യൂസ് വർക്കല.